സാധാരണ എല്ലാവർക്കും ഉത്രാടത്തിന്റെ അന്ന് ഉത്രാട പാച്ചിലാണെങ്കിൽ എനിക്ക് തിരുവോണത്തിന്റെ അന്നായിരുന്നു. നീലൂട്ടൻ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റത് കാരണം രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലപോലെ ലേറ്റ് ആയി പെട്ടെന്ന് അത്തപ്പൂക്കളോ ഇട്ട് സാരിയും എടുത്ത് ഓണസദ്യയും കഴിച്ചിട്ട് ചങ്ങനാശ്ശേരിക്ക് ട്രെയിൻ പിടിക്കാനായിരുന്നു എന്റെ പാച്ചില്. ചങ്ങനാശ്ശേരി എത്തിയപ്പോഴത്തേന് നീലൂട്ടനെ കാണാൻ ഉണ്ണിമാമനും അമ്മായി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടുന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേനും ബാലിക്ക് പോയപ്പോഴത്തേക്കിന് അവർ വാങ്ങിക്കൊണ്ടുവന്ന കുറേ ഗിഫ്റ്റ്സ് എല്ലാം കണ്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് റാന്നിയിലെ രാധികപ്പച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ എപ്പോ ചെന്ന് കഴിഞ്ഞാലും വയറും മനസ്സും നിറയുന്നിടം വരെ രാധികപ്പച്ചി ഞങ്ങളെ ഫുഡ് കഴിപ്പിക്കും. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ തിരിച്ചു വരുന്ന വഴി അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ നമ്മൾ ആ പ്ലാൻ അങ്ങ് മാറ്റി. തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ വാഴപ്പള്ളിയിൽ അച്ഛൻ്റെ അമ്മയെ കാണാൻ കയറി. അന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹ UK നിന്ന് വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ അവളെ യാത്രയാക്കി. നെക്സ്റ്റ് ഡേ ഏറ്റുമാനൊരു കല്യാണം ഉണ്ടായിരുന്നത് കൂടെ നക്ഷത്ര ഡിസൈൻസ് എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ എനിക്ക് അയച്ചു തന്ന ഓണക്കോടി ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അതും കഴിഞ്ഞ് ഈരയിൽ അമ്മയുടെ വീട്ടിലും കൂടെ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ 3 ദിവസവും എത്ര പെട്ടെന്ന് തീർന്നു പോയതെന്ന് ഓർത്തത്.